ചില പുരുഷന്മാർ ജീവിതത്തിൽ എപ്പോഴും വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ മറ്റു ചിലർ എത്ര ശ്രമിച്ചിട്ടും കഷ്ടപ്പാടുകളിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ചില വീടുകളിൽ ധനലക്ഷ്മി സ്ഥിരമായി വസിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ചില വീടുകളിൽ നിന്ന് സമ്പത്ത് എപ്പോഴും പുറത്തേക്ക് ചോർന്നുപോയിക്കൊണ്ടിരിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു താന്ത്രിക രഹസ്യമാണ് നാം ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. ദീക്ഷ ലഭിച്ച സാധകർക്ക് മാത്രം പറഞ്ഞുകൊടുത്തിരുന്ന ഒരു സത്യം. പ്രപഞ്ചത്തിൽ 2 തരത്തിലുള്ള ഊർജ്ജങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് പുരാതന തന്ത്രശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ശിവനും ശക്തിയും, പുരുഷനും പ്രകൃതിയും, സൂര്യനും ചന്ദ്രനും. എന്നാൽ ഇതിൽ ആഴമേറിയ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആധുനിക സമൂഹം ഒന്നുകിൽ മറന്നുപോയതോ അല്ലെങ്കിൽ ബോധപൂർവം അവഗണിച്ചതോ ആയ ഒരു കാര്യം. ഈ രഹസ്യം സ്ത്രീയാണ്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ സമ്പത്തും വിജയവും സമൃദ്ധിയും കൊണ്ടുവരാൻ സ്ത്രീ ഊർജ്ജത്തിനുള്ള അത്ഭുതകരമായ കഴിവ്. ഇതൊരു അന്ധവിശ്വാസം മാത്രമാണോ? ഇതൊരു പഴയ ചിന്താഗതിയാണോ? അതോ ഇതിൽ ഏതെങ്കിലും ശാസ്ത്രീയവും ആത്മീയവുമായ സത്യം മറഞ്ഞിരിപ്പുണ്ടോ? ഒരു പുരുഷന്റെ ജീവിതത്തിൽ സ്ത്രീ ഊർജ്ജത്തിന് എങ്ങനെ സമ്പത്തിന്റെ വാതിലുകൾ തുറക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കും. പുരാതന ഋഷിമാർ എങ്ങനെയാണ് ഈ രഹസ്യം മനസ്സിലാക്കിയതെന്നും ഏറ്റവും പ്രധാനമായി എങ്ങനെ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാമെന്നും താന്ത്രിക പാരമ്പര്യത്തിൽ സ്ത്രീയെ ശക്തിയായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കും. സ്ത്രീയെ ബഹുമാനിക്കാത്ത വീട്ടിൽ ലക്ഷ്മി നിൽക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും ആധുനിക ശാസ്ത്രം പോലും ഈ പുരാതന അറിവിനെ പതുക്കെ പതുക്കെ എങ്ങനെ അംഗീകരിക്കുന്നുവെന്നും നാം പഠിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന, ഇതുവരെ അടഞ്ഞുകിടന്നിരുന്ന വിജയത്തിന്റെയും സമ്പത്തിന്റെയും വാതിലുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു യാത്രയ്ക്കായി തയ്യാറെടുക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വൈദിക ഋഷിമാർ കഠിനമായ ധ്യാനത്തിലേർപ്പെട്ടപ്പോൾ അവർ ഒരു അത്ഭുത സത്യം കണ്ടെത്തി. ഈ പ്രപഞ്ചം മുഴുവൻ 2 ഊർജ്ജങ്ങളുടെ സന്തുലിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്ന് അവർ കണ്ടു. പുരുഷതത്വമായ ശിവനും സ്ത്രീതത്വമായ ശക്തിയും. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: ശക്തിയില്ലാത്ത ശിവൻ ശവമാണ്. അതായത് നിഷ്ക്രിയവും നിർജീവവും അസാധ്യവും. സൃഷ്ടിയുടെ അടിസ്ഥാനം തന്നെ ശക്തിയാണെന്ന് തന്ത്രശാസ്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശാക്തേയ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവിമാരും ഏതെങ്കിലും പുരുഷദൈവത്തിന്റെ ഭാര്യയോ സഹായിയോ അല്ല, മറിച്ച് അവരവർ തന്നെ സമ്പൂർണ്ണ ശക്തികളാണ്. ദേവന്മാർ അസുരന്മാരോട് തോറ്റുകൊണ്ടിരുന്നപ്പോൾ അവർ ദേവിയെയാണ് ശരണം പ്രാപിച്ചതെന്ന് പുരാതന ഗ്രന്ഥമായ ദേവി മഹാത്മ്യത്തിൽ എഴുതിയിട്ടുണ്ട്, പുരുഷദൈവങ്ങളെയല്ല. ഋഗ്വേദത്തിലെ ദേവീ സൂക്തത്തിൽ ഒരു മന്ത്രമുണ്ട്. അവിടെ ദേവി തന്നെ പറയുന്നു: അഹം രാഷ്ട്രീ സംഗമനീ വസൂനാം. ഞാനാണ് സമ്പത്തും സമൃദ്ധിയും ഒരുമിച്ചു കൂട്ടുന്നവളെന്ന്. ഇതൊരു പ്രതീകാത്മകമായ പ്രസ്താവന മാത്രമായിരുന്നില്ല, മറിച്ച് ആഴമേറിയ ഒരു ശാസ്ത്രീയവും ഊർജ്ജപരവുമായ സത്യത്തിലേക്കുള്ള ചൂണ്ടിക്കാണിക്കലായിരുന്നു. സ്ത്രീകൾ ആദരിക്കപ്പെടുമ്പോൾ മാത്രമേ രാജ്യത്ത് സമൃദ്ധിയുണ്ടാകൂ എന്ന് നമ്മുടെ പുരാതന ഭാരതത്തിൽ രാജാക്കന്മാർക്ക് പഠിപ്പിച്ചുകൊടുത്തിരുന്നു. മനുസ്മൃതിയിലെ ഒരു ശ്ലോകം പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വസിക്കുന്നു. ഒപ്പം ദേവതകൾക്കൊപ്പം സമൃദ്ധിയും വിജയവും സമ്പത്തും കടന്നുവരുന്നു. താന്ത്രിക പാരമ്പര്യത്തിൽ മറ്റൊരു ആഴമേറിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. തന്ത്രത്തിൽ മഹാവിദ്യകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സ്ത്രീരൂപത്തിലുള്ള 10 മഹാവിദ്യകൾ: കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ചിന്നമസ്ത, ത്രിപുരഭൈരവി, ധൂമാവതി, ബഗളാമുഖി, മാതംഗി, കമല എന്നിവയെല്ലാം വ്യത്യസ്തതരം ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. ഇതിൽ ലക്ഷ്മി രൂപത്തിലുള്ള കമല സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവിയാണ്. സമ്പത്ത് ലഭിക്കാൻ സ്ത്രീ ഊർജ്ജത്തിന്റെ ഉപാസന അനിവാര്യമാണെന്ന് താന്ത്രിക സാധകർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം സ്ത്രീ ഊർജ്ജത്തെക്കുറിച്ച് പറയുമ്പോൾ കേവലം ഭൗതികമായ ഒരു സ്ത്രീയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് സ്വീകരിക്കാൻ കഴിവുള്ള, പോഷിപ്പിക്കുന്ന, സൃഷ്ടിപരമായ സമൃദ്ധിയെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ഊർജ്ജത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പുരുഷ ഊർജ്ജം നൽകുന്നതാണ്. എന്നാൽ സ്ത്രീ ഊർജ്ജം സ്വീകരിക്കുന്നതും അത് പല മടങ്ങ് വർദ്ധിപ്പിച്ച് തിരികെ നൽകുന്നതുമാണ്. ഭൂമി ഒരു വിത്ത് സ്വീകരിച്ച് ഒരു വലിയ വൃക്ഷമായി തിരികെ നൽകുന്നതുപോലെ സ്ത്രീ ഊർജ്ജം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഒരു പുരുഷന്റെ ജീവിതത്തിൽ സമ്പത്തും വിജയവും കൊണ്ടുവരാൻ അതിന് എന്തുകൊണ്ട് കഴിയുന്നുവെന്നും നമുക്കിനി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ നാം ഊർജ്ജത്തിന്റെ തത്വങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടതുണ്ട്. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും ഒരു ധ്രുവീകരണത്തിലാണ് പ്രവർത്തിക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും, യിൻ യാങ്, പുരുഷനും പ്രകൃതിയും. വൈദ്യുതിയെ തന്നെ നോക്കൂ. പോസിറ്റീവും നെഗറ്റീവും വയറുകൾ കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രകാശമുണ്ടാകൂ. ഒരു വയറിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ പുരുഷ ഊർജ്ജത്തിന് ഒറ്റയ്ക്ക് സമ്പത്തിനെയും സമൃദ്ധിയെയും ആകർഷിക്കാൻ കഴിയില്ല. അതിന് സ്ത്രീ ഊർജ്ജവുമായി സന്തുലിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ പിംഗള നാഡികളെക്കുറിച്ചുള്ള
വളരെ മനോഹരമായ ഒരു സങ്കല്പമുണ്ട്. നമ്മുടെ ശരീരത്തിൽ 3 പ്രധാന ഊർജ്ജപാതകളുണ്ട്. ഇടതുഭാഗത്ത് സ്ത്രീ ഊർജ്ജത്തെയും ചന്ദ്രന്റെ ഊർജ്ജത്തെയും ശീതളതയെയും സ്വീകാര്യതയെയും പ്രതിനിധീകരിക്കുന്ന ഇടാനാഡിയുണ്ട്. വലതുഭാഗത്ത് പുരുഷ ഊർജ്ജത്തെയും സൂര്യന്റെ ഊർജ്ജത്തെയും ചൂടിനെയും കർമ്മനിരതയെയും പ്രതിനിധീകരിക്കുന്ന പിംഗളനാഡിയുണ്ട്. ഒപ്പം നടുവിലായി യഥാർത്ഥ ശക്തി ഉണരുന്ന സുഷുമ്നാനാഡിയുമുണ്ട്. ഇതിലെ രഹസ്യമിതാണ്: മിക്ക പുരുഷന്മാരും പിംഗളനാഡിയിലൂടെ, അതായത് പുരുഷ ഊർജ്ജത്തിലൂടെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവരെപ്പോഴും കർമ്മനിരതരായിരിക്കും, ആക്രമണോത്സുകരായിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കാൻ സ്വീകാര്യതയും ആവശ്യമാണ്. സ്ത്രീ ഊർജ്ജവും ആവശ്യമാണ്. സ്വീകരിക്കാൻ കഴിയാതെ നിങ്ങൾക്കൊന്നും നേടാനാകില്ല. നിങ്ങൾക്ക് നൽകാൻ എത്രത്തോളം കഴിവുണ്ടെങ്കിലും നിങ്ങളുടെ കൈകൾ മുറുകെ അടച്ചുപിടിച്ചതാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്നതുപോലെയാണിത്. ഇനി ചോദ്യമിതാണ്: ഒരു പുരുഷന്റെ ജീവിതത്തിൽ സ്ത്രീ ഊർജ്ജം എങ്ങനെയാണ് വരുന്നത്? അത് 3 പ്രധാന ഉറവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തേത് അവന്റെ അമ്മയിൽ നിന്ന്. ഒരു കുഞ്ഞിന് ആദ്യമായി പോഷണവും സ്നേഹവും ജീവിതകാലം മുഴുവൻ അനുഗ്രഹവും നൽകുന്ന സ്ത്രീയാണ് അമ്മ. സ്വന്തം അമ്മയെ ബഹുമാനിക്കാത്ത, അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാത്ത ഒരു പുരുഷന്റെ ജീവിതത്തിൽ സ്ത്രീ ഊർജ്ജത്തിന്റെ ആദ്യത്തെ ഉറവിടം തന്നെ തടസ്സപ്പെടുന്നു. രണ്ടാമത്തെ ഉറവിടം അവന്റെ ജീവിത പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ കാമുകിയാണ്. ഇതാണ് ഏറ്റവും ശക്തമായ ഉറവിടം. കാരണം ഇവിടെ 2 ഊർജ്ജങ്ങളും ഏറ്റവും ആഴത്തിലുള്ള തലത്തിൽ സംഗമിക്കുന്നു: ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായി. പുരാതന ഗ്രന്ഥങ്ങളിൽ ഭാര്യയെ അർദ്ധാംഗിനി എന്നാണ് വിളിച്ചിരിക്കുന്നത്, പാതി ശരീരം. ഇതിനർത്ഥം സ്ത്രീ ഊർജ്ജമില്ലാതെ പുരുഷൻ അപൂർണനാണ് എന്നാണ്. ഭാര്യ സന്തോഷവതിയും ബഹുമാനിക്കപ്പെടുന്നവളും സ്നേഹമുള്ളവളുമായിരിക്കുമ്പോൾ അവളുടെ ഊർജ്ജം പുരുഷന്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ഒഴുക്കായി മാറുന്നു. മൂന്നാമത്തെ ഉറവിടം സമൂഹത്തിലെ സ്ത്രീകളാണ്. സഹോദരിമാർ, പെൺമക്കൾ, സഹപ്രവർത്തകർ, സമൂഹത്തിലെ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുകയും അവരോട് മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു പുരുഷൻ വാസ്തവത്തിൽ പ്രപഞ്ചത്തിന്റെ സ്ത്രീ ഊർജ്ജത്തെയാണ് ബഹുമാനിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ഊർജ്ജത്തെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ ആ ഊർജ്ജം നിങ്ങളെ സഹായിക്കുന്നു. മറ്റൊരു ആഴമേറിയ കാര്യം കൂടി മനസ്സിലാക്കുക: സ്ത്രീ ഊർജ്ജത്തെ ലക്ഷ്മിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ലക്ഷ്മി ഒരു ദേവിയായതുകൊണ്ട് മാത്രമല്ല, സ്ത്രീ ഊർജ്ജത്തിന്റെ സ്വഭാവം തന്നെ ലക്ഷ്മിയെപ്പോലെ ആയതുകൊണ്ടാണ്. ലക്ഷ്മി ചഞ്ചലയാണ്. ബഹുമാനവും സ്നേഹവും ശുദ്ധിയും പോസിറ്റിവിറ്റിയും ഉള്ളിടത്ത് മാത്രമേ ലക്ഷ്മി വസിക്കുകയുള്ളൂ. എവിടെയാണോ അപമാനവും അക്രമവും അനാദരവും നെഗറ്റിവിറ്റിയും ഉള്ളത്, അവിടെ നിന്നും ലക്ഷ്മി പടിയിറങ്ങുന്നു. അതുപോലെ തന്നെയാണ് സ്ത്രീ ഊർജ്ജവും ചഞ്ചലമാണ്. ആദരവും സ്നേഹവും ഉള്ളിടത്ത് മാത്രമേ ഇത് തഴച്ചു വളരുകയുള്ളൂ. ഈ ഊർജ്ജവിനിമയം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ചില പുരുഷന്മാർ ഈ രഹസ്യം മനസ്സിലാക്കി വൻവിജയം നേടുമ്പോൾ മറ്റു ചിലർ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്നും കൂടുതൽ ആഴത്തിൽ നമുക്കിനി മനസ്സിലാക്കാം. ഊർജ്ജചക്രങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പം താന്ത്രിക ശാസ്ത്രങ്ങളിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ 7 പ്രധാന ചക്രങ്ങളുണ്ട്. ഓരോ ചക്രവും പ്രത്യേക ഊർജ്ജവുമായും ജീവിതത്തിന്റെ പ്രത്യേക മേഖലയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മൂലാധാര ചക്രം സുരക്ഷയും സ്ഥിരതയുമായും, സ്വാധിഷ്ഠാന ചക്രം സൃഷ്ടിപരതയും വികാരങ്ങളുമായും, മണിപൂര ചക്രം ശക്തിയും ഇച്ഛാശക്തിയുമായും, അനാഹത ചക്രം സ്നേഹവും ബന്ധങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: ഈ ചക്രങ്ങളെല്ലാം സന്തുലിതമാക്കുന്നതിലും സജീവമാക്കുന്നതിലും സ്ത്രീ ഊർജ്ജം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഒരു പുരുഷൻ തന്റെ ജീവിതത്തിൽ സ്ത്രീ ഊർജ്ജത്തെ അപമാനിക്കുമ്പോൾ, അത് അമ്മയായാലും ഭാര്യയായാലും ഏതൊരു സ്ത്രീയായാലും, അവൻ യഥാർത്ഥത്തിൽ തന്റെ ഉള്ളിലെ സ്ത്രീ ഊർജ്ജത്തെ കൂടിയാണ് നശിപ്പിക്കുന്നത്. ഇത് അവന്റെ ഇടാനാഡിയെ ദുർബലമാക്കുന്നു. അവന്റെ ചക്രങ്ങളുടെ സന്തുലിതാവസ്ഥ തെറ്റുകയും തൽഫലമായി അവന്റെ ജീവിതവും അസന്തുലിതമാവുകയും ചെയ്യുന്നു. പണം വരും, പക്ഷേ അത് നിലനിൽക്കില്ല. വിജയം ലഭിക്കും, പക്ഷെ സമാധാനമുണ്ടാകില്ല. സ്വത്ത് സമ്പാദിക്കും, പക്ഷെ സന്തോഷം ലഭിക്കില്ല. ആധുനിക മനഃശാസ്ത്രം പോലും ഇന്ന് അംഗീകരിക്കുന്ന വളരെ കൗതുകകരമായ ഒരു വസ്തുതയുണ്ട്: ഭാര്യയുമായോ പങ്കാളിയുമായോ നല്ലതും ബഹുമാനപൂർണവുമായ ബന്ധം പുലർത്തുന്ന പുരുഷന്മാർ അവരുടെ ബിസിനസ്സിലും കരിയറിലും കൂടുതൽ വിജയിക്കുന്നവരായിരിക്കും. ഇതൊരു യാദൃച്ഛികതയല്ല. വീട്ടിലെ സ്ത്രീ ഊർജ്ജം സന്തുലിതവും സന്തോഷപ്രദവുമായിരിക്കുമ്പോൾ അതൊരു സുരക്ഷാ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് പുരുഷന് വൈകാരിക സ്ഥിരത നൽകുന്നു. അവന്റെ തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം നൽകുകയും ചെയ്യുന്നു. ഇനി ഇതിലൊരു വൈരുദ്ധ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിവാഹിതരായ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്ത്രീകളില്ലാത്ത പുരുഷന്മാർക്ക് പിന്നെ എങ്ങനെ വിജയിക്കാൻ കഴിയും എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നാം സ്ത്രീ ഊർജ്ജത്തെ കേവലം ഭൗതികമായി മാത്രം കാണുന്നതുകൊണ്ടാണ് ഈ ചോദ്യമുണ്ടാകുന്നത്. സ്ത്രീ ഊർജ്ജം എന്നത് ഒരു തത്വമാണ്. അത് പുരുഷനായാലും സ്ത്രീയായാലും ഓരോ മനുഷ്യനിലും അടങ്ങിയിരിക്കുന്ന ഒരു ഗുണമാണ്. യോഗയിലും തന്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത് ഓരോ മനുഷ്യനിലും പുരുഷ സ്ത്രീ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. അർദ്ധനാരീശ്വര സങ്കല്പം ഇതാണ് വ്യക്തമാക്കുന്നത്. പാതി ശിവൻ, പാതി പാർവതി. തന്റെ ഉള്ളിലെ 2 ഊർജ്ജങ്ങളെയും സന്തുലിതമാക്കുന്നവനാണ് സമ്പൂർണനായ ഒരു വ്യക്തി. തന്റെ ഉള്ളിലെ സ്ത്രീ ഊർജ്ജത്തെ അംഗീകരിക്കുന്ന, സ്വന്തം കോമളതയെയും സംവേദനക്ഷമതയെയും സ്വീകാര്യതയെയും തിരിച്ചറിയുന്ന ഒരു പുരുഷനും ഈ ശക്തിയുടെ ഗുണങ്ങൾ സ്വന്തമാക്കാം.
എന്നാൽ പുറമേയുള്ള സ്ത്രീ ഊർജ്ജത്തിന്റെ സ്വാധീനം വളരെ ശക്തമാണെന്നതും ഒരു സത്യമാണ്. എന്തുകൊണ്ട്? കാരണം രണ്ട് വിപരീത ഊർജ്ജങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു കാന്തികക്ഷേത്രം രൂപപ്പെടുന്നു. ഒരു കാന്തത്തിന്റെ ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുകയും ശക്തമായ ഒരു കാന്തികക്ഷേത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നതുപോലെയാണിത്. പുരുഷ സ്ത്രീ ഊർജ്ജങ്ങൾ ശരിയായ രീതിയിൽ കൂടിച്ചേരുമ്പോൾ പണത്തെയും വിജയത്തെയും സമൃദ്ധിയെയും ആകർഷിക്കുന്ന ഒരു ഊർജ്ജമേഖല അവ സൃഷ്ടിക്കുന്നു. പുരാതന കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ രാജ്ഞിമാർക്കൊപ്പമാണ് യാഗങ്ങൾ ചെയ്തിരുന്നത്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇത് വെറുമൊരു പാരമ്പര്യമായിരുന്നില്ല, മറിച്ച് സ്ത്രീ ഊർജ്ജത്തിന്റെ സാന്നിധ്യം തീരുമാനങ്ങളെ സന്തുലിതമാക്കുമെന്നുള്ള ആഴത്തിലുള്ള ഒരു തിരിച്ചറിവായിരുന്നു. അവയ്ക്ക് പൂർണ്ണത നൽകുന്നു. തങ്ങളുടെ ഭാര്യമാരുടെയോ സ്ത്രീ പങ്കാളികളുടെയോ ഉപദേശം തേടുന്ന വിജയകരമായ ബിസിനസ്സുകാർ കൂടുതൽ മികച്ച തീരുമാനങ്ങളെടുക്കുന്നത് ഇന്നും നിങ്ങൾക്ക് കാണാം. കാരണം അവർക്ക് രണ്ട് കാഴ്ചപ്പാടുകളും ലഭിക്കുന്നു: പുരുഷന്റെ യുക്തിയും സ്ത്രീയുടെ സ്വാഭാവികമായ അറിവും. ശാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മറ്റൊരു ആഴമേറിയ രഹസ്യം കൂടിയുണ്ട്. ഒരു സ്ത്രീയുടെ ശാപം വളരെ ശക്തമാണെന്നും അതുപോലെ അവളുടെ അനുഗ്രഹവും വളരെ ശക്തമാണെന്നും തന്ത്രത്തിൽ വിശ്വസിക്കപ്പെടുന്നു. ഒരു സ്ത്രീ, അത് അമ്മയോ ഭാര്യയോ സഹോദരിയോ ആരായിരുന്നാലും, ഒരു പുരുഷനെ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം ഒരു സുരക്ഷാ കവചം പോലെ പ്രവർത്തിക്കുകയും വിജയത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു. ഇതുവരെ നാം തത്വങ്ങൾ മനസ്സിലാക്കി, രഹസ്യമറിഞ്ഞു. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? സ്ത്രീ ഊർജ്ജവുമായി പൊരുത്തപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും വിജയവും എങ്ങനെ ആകർഷിക്കാം? പ്രായോഗികവും ശക്തവുമായ ചില വിദ്യകൾ നമുക്കിനി പരിചയപ്പെടാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്വന്തം അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക എന്നതാണ്. നിങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അവരുടെ കാൽ തൊട്ട് വന്ദിക്കുക, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക. ഇത് വെറുമൊരു ചടങ്ങല്ല, ഇതൊരു ഊർജ്ജ കൈമാറ്റമാണ്. നിങ്ങൾ കുനിഞ്ഞ് അമ്മയുടെ കാൽ തൊടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച് സ്വീകാര്യതയുടെ അവസ്ഥയിലേക്ക് വരുന്നു. ആ സമയത്ത് അമ്മയുടെ ഊർജ്ജം നേരിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നു. അമ്മ ഈ ലോകത്തില്ലെങ്കിൽ എല്ലാ ദിവസവും ധ്യാനത്തിൽ അവരെ സ്മരിക്കുക, മാനസികമായി അവരിൽ നിന്ന് അനുഗ്രഹം ചോദിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഭാര്യയുമായോ ജീവിത പങ്കാളിയുമായോ ഉള്ള ബന്ധം ശുദ്ധവും പോസിറ്റീവുമാക്കുക എന്നതാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ഭാര്യയെ നോക്കി മനസ്സിൽ അവളിൽ ലക്ഷ്മിയുടെ രൂപം കാണുക. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് ഒരു മനഃശാസ്ത്രപരമായ പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങളുടെ ഭാര്യയെ ലക്ഷ്മിയായി കാണുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം സ്വാഭാവികമായും ബഹുമാനമുള്ളതായി മാറുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവളോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക. അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കുക. ഓർക്കുക, സ്ത്രീ വികാരങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. അവളുടെ വികാരങ്ങൾ മാനിക്കപ്പെടുമ്പോൾ അവളുടെ ഊർജ്ജം പോസിറ്റീവാകുന്നു. മൂന്നാമത്തെ വിദ്യ ലക്ഷ്മി ഉപാസനയാണ്. ലക്ഷ്മിയുടെ ദിനമായ എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേക പൂജകൾ ചെയ്യുക. എന്നാൽ ഈ പൂജ കേവലം വിഗ്രഹത്തിന് മാത്രമാകരുത്, മറിച്ച് സ്ത്രീ ഊർജ്ജത്തെ ബഹുമാനിക്കുന്ന തരത്തിലായിരിക്കണം. ആ ദിവസം വീട്ടിലെ എല്ലാ സ്ത്രീകളെയും പ്രത്യേകം ബഹുമാനിക്കുക. എന്തെങ്കിലും ദാനം നൽകുക, പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കുക. നിങ്ങളൊരു സ്ത്രീയെ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ലക്ഷ്മി ഊർജ്ജത്തെയാണ് സേവിക്കുന്നത്. നാലാമത്തെ കാര്യം നിങ്ങളുടെ ഉള്ളിലെ സ്ത്രീ ഊർജ്ജത്തെ ഉണർത്തുക എന്നതാണ്. ഇതിനായി ലളിതമായ ഒരു ധ്യാനരീതിയുണ്ട്. ദിവസവും 10 മിനിറ്റ് ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇടത് നാസാരന്ധ്രത്തിലൂടെ ശ്വാസമെടുക്കുക. സ്ത്രീ ഊർജ്ജത്തിന്റെ പാതയായ ഇടാനാഡിയെ ഇത് സജീവമാക്കുന്നു. ഓരോ ശ്വാസത്തിലും വെള്ളിയെപ്പോലെ തണുത്ത ഒരു ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നിങ്ങളുടെ എല്ലാ ചക്രങ്ങളെയും സന്തുലിതമാക്കുകയും ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക. ഈ പരിശീലനം നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. ഇത് സമ്പത്തിനെയും അവസരങ്ങളെയും ആകർഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. അഞ്ചാമത്തെ വിദ്യ വീടിന്റെ അന്തരീക്ഷം ശുദ്ധമായി സൂക്ഷിക്കുക എന്നതാണ്. സ്ത്രീ ഊർജ്ജം ശുചിത്വത്തിലേക്കും സൗന്ദര്യത്തിലേക്കും പോസിറ്റിവിറ്റിയിലേക്കുമാണ് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, പ്രത്യേകിച്ച് സമ്പത്തും സമൃദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വടക്ക് കിഴക്ക് ദിശ. വീട്ടിൽ പൂക്കൾ വയ്ക്കുക, സുഗന്ധം പരത്തുക, മധുരമായ സംഗീതം കേൾപ്പിക്കുക. വീടിന്റെ അന്തരീക്ഷം പോസിറ്റീവായിരിക്കുമ്പോൾ ലക്ഷ്മി ഊർജ്ജം അവിടെ സ്ഥിരമായി നിലനിൽക്കും. മറ്റൊരു സുപ്രധാന കാര്യം, ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിക്കരുത്. അവളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. അവളോട് ദേഷ്യപ്പെടരുത്. എപ്പോഴെങ്കിലും അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചാൽ ഉടൻ തന്നെ മാപ്പ് ചോദിക്കുക. സ്ത്രീയുടെ ശാപം വളരെ ശക്തമാണെന്നോർക്കുക. ചരിത്രത്തിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. സ്ത്രീകളെ അപമാനിച്ചതിന്റെ പേരിൽ വലിയ സാമ്രാജ്യങ്ങൾ നശിച്ചുപോയിട്ടുണ്ട്. ദ്രൗപദിയുടെ അപമാനം കൗരവന്മാരുടെ വിനാശത്തിനും സീതയുടെ അഗ്നിപരീക്ഷ രാമന്റെ വിയോഗത്തിനും കാരണമായതെല്ലാം ഈ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവസാനമായി ഒരു രഹസ്യ മന്ത്രോപാസന കൂടി ഞാൻ പറഞ്ഞുതരാം. ദിവസവും രാവിലെ 108 തവണ ഈ മന്ത്രം ജപിക്കുക. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ. ഇത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ പെരുമാറ്റം മന്ത്രത്തിന് അനുയോജ്യമായിരിക്കുമ്പോൾ മാത്രമേ മന്ത്രം ഫലിക്കുകയുള്ളൂ.
നിങ്ങൾ മന്ത്രം ജപിക്കുകയും എന്നാൽ സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മന്ത്രത്തിന് യാതൊരു ഫലവും ഉണ്ടാകില്ല. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആഴമേറിയ ഒരു താന്ത്രിക രഹസ്യമാണ് നാം ഇന്ന് വെളിപ്പെടുത്തിയത്. സ്ത്രീ ഊർജം എന്നത് വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് സമ്പത്തും സമൃദ്ധിയും വിജയവും ആകർഷിക്കാൻ അത്ഭുതകരമായ കഴിവുള്ള ജീവിക്കുന്ന ഒരു ശക്തിയാണെന്ന് നാം മനസ്സിലാക്കി. പുരാതന ഋഷിമാർ എങ്ങനെയാണ് ഈ സത്യം തിരിച്ചറിഞ്ഞതെന്നും ഇന്നും ഈ അറിവ് എത്രത്തോളം പ്രസക്തവും ശക്തവുമാണെന്നും നാം അറിഞ്ഞു. ഓർക്കുക, ഈ അറിവ് ഒരു ലിംഗത്തെ മറ്റൊന്നിനേക്കാൾ മുകളിലോ താഴെയോ കാണിക്കാനല്ല, ഇത് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. പുരുഷ ഊർജവും സ്ത്രീ ഊർജവും ഒരുപോലെ ആവശ്യമാണ്. രണ്ടും ശക്തമാണ്, രണ്ടും പരസ്പരം പൂരകങ്ങളുമാണ്. സൂര്യനില്ലാതെ ചന്ദ്രൻ അപൂർണമായിരിക്കുന്നതുപോലെയും ചന്ദ്രനില്ലാതെ സൂര്യന്റെ കാഠിന്യം അസഹനീയമായിരിക്കുന്നതുപോലെയും പുരുഷ സ്ത്രീ ഊർജങ്ങൾ പരസ്പരം പൂർണ്ണമാക്കുന്നു. ഈ സത്യം മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ സ്ത്രീ ഊർജത്തെ ബഹുമാനിക്കുന്ന പുരുഷൻ സമ്പത്തും വിജയവും നേടുക മാത്രമല്ല, ജീവിതത്തിൽ യഥാർത്ഥ സമാധാനവും സന്തുലിതാവസ്ഥയും കണ്ടെത്തുകയും ചെയ്യുന്നു. അവന്റെ വീട്ടിൽ ലക്ഷ്മിയുടെ സ്ഥിരമായ സാന്നിധ്യമുണ്ടാകും. അവന്റെ ബിസിനസ്സിൽ സരസ്വതിയുടെ കടാക്ഷമുണ്ടാകും. അവന്റെ ജീവിതത്തിൽ ദുർഗയുടെ സംരക്ഷണവുമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്ത്രീയെയും ബഹുമാനിക്കുമെന്ന് ഇന്നു മുതൽ തന്നെ നിങ്ങൾ പ്രതിജ്ഞയെടുക്കുക. അത് നിങ്ങളുടെ അമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും മകളായാലും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റേതൊരു സ്ത്രീയായാലും. ഓർക്കുക, നിങ്ങളൊരു സ്ത്രീയെ ബഹുമാനിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്ത്രീശക്തിയെയുമാണ് നിങ്ങൾ ബഹുമാനിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് അസാധ്യമായിരിക്കില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീ ഊർജത്തെ ബഹുമാനിക്കുമെന്ന് നിങ്ങൾ ഇന്നു മുതൽ പ്രതിജ്ഞയെടുക്കുമോ? ഈ വിദ്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുന്നുവെന്ന് കണ്ടറിയുകയും ചെയ്യുമോ? നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും കമന്റിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവഴി മറ്റുള്ളവർക്കും ഈ ആഴത്തിലുള്ള അറിവ് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഇതുപോലുള്ള ആഴമേറിയ ആത്മീയവും താന്ത്രികവുമായ രഹസ്യങ്ങൾ ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരും. അതുവരെ സ്ത്രീശക്തിക്ക് പ്രണാമം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമൃദ്ധിയും വിജയവുമുണ്ടാകട്ടെ. നന്ദി.